ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് അറിയാറുണ്ട്. നമ്മൾ എത്ര റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ മുകൾ ഭാഗം. നമുക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ പരസ്യങ്ങളെല്ലാം എങ്ങനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കാം, ഇത് ഒരുപാട് സൈറ്റിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനും പരസ്യങ്ങളെല്ലാം. സോ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ കഴിയും. സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് എന്ന് കാണാം. ചില മൊബൈൽ വ്യത്യസ്തങ്ങളായിരിക്കും. ഇതിലിപ്പോൾ ആപ്സ് എന്നുണ്ട്, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് നിന്നാണ് അല്ലെങ്കിൽ ഏത് സൈറ്റിൽ നിന്നാണോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കിക്കൊണ്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്രോം എന്ന് കാണുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ക്രോമിൽ നിന്ന് വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ട്. ഓൾ ക്രോം നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷനും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷനോ പരസ്യങ്ങളോ വരില്ല. ഇനി അതെല്ലാം നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക്കായി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉദാഹരണത്തിന് ബ്രൗസർ മാത്രം ഓഫ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ ചെയ്യാം. ഓൾ സൈറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും ഓപ്പൺ ആക്കിക്കൊണ്ട് ഏത് ആപ്പിൽ നിന്നാണോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ഒന്ന് ഇവിടെ കാണുന്ന എനേബിളിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സ് നോക്കാം. അടുത്ത സെറ്റിങ്സിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം ബ്ലോക്ക്ഡ് 10 സൈറ്റ്സ്. ഞാൻ ഓൾറെഡി മുന്നേ ബ്ലോക്ക്ഡ് ചെയ്തതാണ്. കാരണം ഇതുപോലുള്ളൊരു പ്രശ്നം എനിക്ക് വന്നിരുന്നു, ഒരുപാട് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഞാൻ ആ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം ഇവിടെ ബന്ധാക്കിയത്. അപ്പോൾ ഫേസ്ബുക്കിൽ കാണാം ഇവിടെ ഇത്രയേറെ നോട്ടിഫിക്കേഷൻസ് ഞാൻ ബന്ധാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ബന്ധാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇതൊരു സൈറ്റാണ്, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ ഇത് മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് വേണ്ട, ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് പരസ്യങ്ങൾ വരുന്നുണ്ട്, ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പക്ഷെ ഞാൻ ഇത് മാത്രം എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയേറെ നോട്ടിഫിക്കേഷൻസ് ഞാൻ ബ്ലോക്ക്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ ആക്കുക. എനേബിൾ വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു സൈറ്റിൽ നിന്നും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതല്ല. ഓൾമോസ്റ്റ് നോട്ടിഫിക്കേഷൻസുകളും നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതല്ല. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.